നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 4138 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 21 പേരാണ് മരണമടഞ്ഞത്. 86,681 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,599 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 438 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 47 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 33,345 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 7,108 പേർ രോഗമുക്തരായി. കേരളത്തിൽ നിലവിൽ കേസ് പെർ മില്യൺ 12,329 ദേശീയ ശരാശരി 5,963 അതിനനുസൃതമായി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1,31,516 കേരളത്തിലെ നിലവിലെ ടെസ്റ്റ് പെർ മില്യൺ. ഇന്ത്യൻ ശരാശരി 80,248. രോഗവ്യാപനം കൂടിയിട്ടും കേരളത്തിലെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് 0.34%. ദേശീയ ശരാശരി 1.49. കേരളത്തിൽ ഇതുവരെ മരണമടഞ്ഞവരിൽ 94% മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവരായിരുന്നു. 72.3% പേർ 60 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. രോഗബാധിതർക്കാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനും അത് ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാനും സാധിച്ചതുകൊണ്ടാണ് മരണസംഖ്യ കുറച്ചു നിർത്താൻ കഴിയുന്നത്. രോഗവ്യാപനത്തിൻ്റെ പ്രതിവാര വർധന 5% കുറഞ്ഞതായാണ് കാണുന്നത്. ക്യൂമുലേറ്റീവ് ഡബിളിംഗ് റേറ്റ് 40 ദിവസമായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. രോഗവിമുക്തിയുടെ നിരക്കും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ട്രയലുകൾ ചെയ്യുന്നതിനായി റെഡ്ഡീസ് ലാബോറട്ടറിയുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ ഇന്ത്യയിൽ ഇതുവരെ ക്ലിനിക്കൽ ട്രയലുകൾ തുടങ്ങിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിറം ഇന്ത്യ ലിമിറ്റഡ് ആവശ്യപ്പെട്ടത് പ്രകാരം തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും. മാസ്ക് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടുതൽ ഗൗരവത്തോടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചു. മാസ്ക് ധരിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തുന്ന ക്യാമ്പയിൻ ആധുനിക ആശയവിനിമയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ നടത്തിയ പഠനത്തിൽ രാജ്യത്ത് ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി കേരളത്തെ തുടർച്ചയായി ഈ വർഷവും തിരഞ്ഞെടുത്ത വാർത്ത
നാം എല്ലാവരും കണ്ടതാണ്. അഭിമാനാർഹമായ നേട്ടമാണത്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളുമാണ് സംസ്ഥാനത്തെ തേടിയെത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലും കേരളം തുടർച്ചയായി ഒന്നാമതെത്തിയിരുന്നു. മുൻ വർഷത്തേക്കാൾ കൂടുതൽ പോയിൻ്റ് നേടിയാണ് ഒന്നാമതെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ ടുഡേ വർഷാവർഷം നടത്തുന്ന സംസ്ഥാനങ്ങളുടെ സർവേയിലും കേരളം വിവിധ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തുന്നുണ്ട്. ക്രമസമാധാനം, ആരോഗ്യപരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വം, വിനോദസഞ്ചാരം, മികച്ച പാലുൽപാദനക്ഷമത തുടങ്ങിയ വിഭാഗങ്ങളിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ കേരളത്തിന് അവാർഡ് ലഭിച്ചു. സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ അഴിമതി ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേയിലും ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെയാണ് കണ്ടെത്തിയത്. ഇതുകൂടാതെ കേരളത്തിലെ വിവിധ മേഖലകൾക്കും വകുപ്പുകൾക്കും പല ദേശീയ അന്തർദേശീയ അവാർഡുകൾ ലഭിച്ചു. നീതി ആയോഗിൻ്റെ തന്നെ വിദ്യാഭ്യാസ റാങ്കിങ്ങിലും ആരോഗ്യ റാങ്കിങ്ങിലും കേരളം തന്നെയാണ് രാജ്യത്തൊന്നാമത്. നമ്മുടെ ആരോഗ്യ വകുപ്പിന് സാംക്രമികേതര രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള UN അവാർഡ് ലഭിച്ചത് ഈ അടുത്താണ്. പോലീസിനും IT മേഖലക്കും നഗരവികസനം, പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വം, വനിതാ വികസനം, ഭക്ഷ്യസുരക്ഷ, വയോജന സംരക്ഷണം, ഭിന്നശേഷി ശാക്തീകരണം, സൈബർ സുരക്ഷ തുടങ്ങി നിരവധി മേഖലകളിൽ വിവിധ അംഗീകാരങ്ങളും നമ്മൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നേടി. ഇപ്പോൾ പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ നൽകിയ അംഗീകാരം ഗവേണൻസിനുള്ളതാണ്. ഭരണനിർവഹണം എന്നാൽ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും ജനങ്ങളും കൈകോർത്ത് നിന്നാൽ മാത്രം വിജയിക്കുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള നേട്ടങ്ങൾ കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവരുണ്ടാകാം. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എല്ലാ സംഘടനയും പ്രസ്ഥാനവും എന്നാണ് അവകാശപ്പെടാറുള്ളത്. സാധാരണ നിലക്ക് രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടതല്ല. ദൗർഭാഗ്യവശാൽ ആ നേട്ടങ്ങളെ തകർക്കാനും വഴിമുടക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് ഈ നേട്ടങ്ങൾ കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, ഇത്തരം നേട്ടങ്ങൾ
രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി മാത്രമുണ്ടാകുന്ന ഒന്നല്ല. അതിൽ പങ്കുവഹിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു വിഭാഗം സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത, ഈ നേട്ടങ്ങൾ സർക്കാരിന് യശസ്സുണ്ടാകുമോ എന്ന ശങ്കയോടെ ഇതിനെ ഏതെങ്കിലും തരത്തിൽ സ്തംഭിപ്പിക്കണം, തകർക്കണം, ആ ഉദ്ദേശത്തോടെയുള്ള പ്രചരണങ്ങൾ പല വഴിക്ക് കാണുകയാണ്. അതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഏജൻസിയെയോ ഉദ്യോഗസ്ഥനെയോ കുറ്റപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും അതിൻ്റെ അന്തസ്സത്തയും ക്രമാതീതമായി ലംഘിക്കപ്പെടുമ്പോൾ ചിലത് പറയാതെ പറ്റില്ല. അന്വേഷണ ഏജൻസികൾ പൊതുവിൽ സ്വീകരിക്കേണ്ട പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചിലർ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി സമഗ്രവും ഏകോപിതവുമായ അന്വേഷണം കേന്ദ്ര സർക്കാരിനോട് ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവർക്കാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. അന്വേഷണം നിയമവഴികളിലൂടെ സഞ്ചരിക്കുമെന്ന ന്യായയുക്തമായ പ്രതീക്ഷയാണ്, ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ, സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിനും ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. തുടക്കത്തിൽ അന്വേഷണം അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. എന്നാൽ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പിന്നീടുണ്ടായ ചില ഇടപെടലുകൾ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നോ എന്ന സംശയമുണർത്തുന്ന തരത്തിലായി. അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തെങ്കിലും വെളിച്ചത്താകുമോ എന്ന ഭയമാണ് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നത് എന്ന് വ്യാപകമായി പ്രചരണം അഴിച്ചുവിടുന്ന വിധത്തിലായി. അന്വേഷണം ഒരു ഏജൻസി സ്വകാര്യമായി നടത്തേണ്ട കാര്യമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ തലത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ഏജൻസിക്ക് പുറത്തുള്ള ആളുകൾ അടുത്ത ഘട്ടത്തിൽ, അടുത്ത നിമിഷം, അടുത്ത ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഏജൻസി പോകുന്നത് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുന്നു. അവർ എന്താണോ പ്രഖ്യാപിക്കുന്നത് അതനുസരിച്ച് അന്വേഷണ ഏജൻസികൾ അടുത്ത ദിവസം നീങ്ങുന്നു.
മൊഴികളിലെയും മറ്റും ഭാഗങ്ങൾ ഓരോരുത്തരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സെലക്റ്റീവായി ചോർന്ന് മാധ്യമങ്ങളിൽ വരുന്ന സ്ഥിതിയും ഉണ്ടാവുകയാണ്. ചുരുക്കത്തിൽ അന്വേഷണ ഏജൻസി സ്വീകരിക്കേണ്ട സാമാന്യമായ രീതി പോലും ഉണ്ടാകുന്നില്ല എന്ന ഗൗരവതരമായ പ്രശ്നം ഉയർന്നു വരികയാണ്. പൊതുജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കേണ്ടതും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കേണ്ടുന്നതും ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലെത്തേണ്ടതും പ്രൊഫഷണലായി അന്വേഷണം നടത്തേണ്ടതുമായ ഏജൻസികൾ ആ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് എവിടെ നീതി എന്ന ചോദ്യം ഉയരുന്നത്. അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ സംഭവത്തിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെളിവ് ശേഖരണ പ്രക്രിയയാണ്. അത് മുൻവിധിയുടെ അടിസ്ഥാനത്തിലാവരുത്. അവ ഏതന്വേഷണത്തിൻ്റെയും താളം തെറ്റിക്കും. പ്രൊഫഷണൽ അന്വേഷണം തുറന്ന മനസ്സോടെയുള്ള ഒന്നായിരിക്കണം. ഇന്നയാളെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രതിസ്ഥാനത്ത് നിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രക്രിയ നടന്നാൽ അതിനെ അന്വേഷണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത് ദുരുപദിഷ്ടമായ ലക്ഷ്യങ്ങളോടെയുള്ള മറ്റെന്തോ ആയി മാറും. ജൂലൈ 2020 മുതൽ നമുക്ക് മുന്നിൽ ചുരുളഴിയുന്ന ചില കാര്യങ്ങളിൽ ശരിയായ ദിശയിലേക്കാണോ നീങ്ങുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ അതിൻ്റെ പേരിൽ ലൈഫ് മിഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ നയം എന്നിവയെല്ലാം ചുറ്റിപ്പറ്റി ധാരാളം ആരോപണ ശരങ്ങൾ പൊതുമണ്ഡലത്തിൽ എയ്തുവിടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നിലധികം കേന്ദ്ര ഏജൻസികൾ പലതരം അന്വേഷണം നടത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് സംഭവത്തിൽ കസ്റ്റംസ്, റെഡ് ക്രസൻറ്റ് സംഭവത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, മറ്റ് ചില വിഷയങ്ങളിൽ NIA എന്നിവയെല്ലാം അന്വേഷണം നടത്തി വരികയാണ്. ഒരു അന്വേഷണ ഏജൻസിയുടെ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തേണ്ടതായി വരാം. ഏതെങ്കിലും രേഖകൾ പരിശോധിക്കേണ്ടതായി വരാം. എന്നാൽ ഇതിന് ഓരോ ഏജൻസികൾക്കും പരിധികളുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ തീരാശാവമായി നിൽക്കുന്ന ഒന്നാണ് കള്ളപ്പണം. ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 25% സമാന്തര സമ്പദ്ഘടനയുടെ വലുപ്പം എന്ന് ഈ രംഗത്തെ വിദഗ്ധർ അനുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭീമാകാരമായ ഒരു സമ്പദ്ഘടന വളർന്നു വന്നപ്പോഴാണ് കർക്കശമായ ചില നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായത്. അതിലൊന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം. കള്ളപ്പണം രാജ്യത്തിനകത്തോ പുറത്തോ ഉണ്ടാകുകയും അതിനെ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ഈ നിയമം ബാധകമാകുന്നത്. ഇത് നടപ്പാക്കുന്ന ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അതാണ് അവരുടെ അധികാരപരിധി. അതിനപ്പുറമുള്ള അധികാരമൊന്നും ഈ സ്ഥാപനത്തിനില്ല.
വസ്തുത ഇതായിരിക്കെ അതിനപ്പുറം നടത്തുന്ന ഇടപെടൽ ശരിയായ ദിശയിലുള്ളതാണോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കേന്ദ്രത്തെപ്പോലെ തന്നെ തുല്യ ഉത്തരവാദിത്വം ഇത് നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട്. സാമ്പത്തിക അസമത്വങ്ങൾ ലഘൂകരിക്കാനും പുരോഗമനപരമായ നടപടികൾ സ്വീകരിക്കാനും സർക്കാരുകളെ പ്രതിജ്ഞാബദ്ധമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഭരണഘടനയിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും അവകാശവും സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നാൽ അത്തരം അവകാശങ്ങളെയും സർക്കാരിൻ്റെ വികസന പദ്ധതികളെയും ഇരുട്ടിൽ നിർത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇവിടെ ഭൂരഹിതരും ഭവനരഹിതരുമായുള്ള ആളുകൾക്ക് അടച്ചുറപ്പുള്ള ഭവനം നൽകാനുള്ള പദ്ധതിയാണ് ലൈഫ്. സുതാര്യമായ പ്രക്രിയയിലൂടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി സമന്വയിപ്പിച്ച് കേരളം നടപ്പാക്കുന്ന പദ്ധതിയുമാണ് ലൈഫ്. അതിനെ ആകമാനം താറടിക്കുന്ന പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പദ്ധതിയുടെ വിജയത്തിനായി അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ, പദ്ധതി സമയബന്ധിതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് തടയാൻ ഒക്കെയുള്ള നടപടികൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനമായി കാണാൻ കഴിയില്ല. അനവധി ദിവസങ്ങൾക്ക് മുൻപ് ഈ പദ്ധതിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ രണ്ടാം തവണ സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയിരുന്നു. പദ്ധതിയുടെ എല്ലാ രേഖകളും മറ്റു കാര്യങ്ങളും 24 മണിക്കൂറിനുള്ളിൽ, പ്രവൃത്തി ദിവസം പോലുമല്ലാത്ത പിറ്റേന്ന് തന്നെ നേരിട്ട് ഹാജരാക്കണമെന്ന് സമൻസ് നൽകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടികൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇത്തരം പരിണിത ഫലങ്ങളുണ്ടാകുന്നു എന്ന് വന്നാൽ മറ്റൊരു ഉദ്യോഗസ്ഥനും ഇത്തരം ഉദ്യമങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്ന ചേതോവികാരമാണോ അന്വേഷണ ഏജൻസികളിലെ ചില ഉദ്യോഗസ്ഥരെ നയിക്കുന്നത്? ഇത് തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ്. ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വന്ന സമീപനം അന്വേഷണ ഏജൻസികളുടെ പരിധിയും പരിമിതിയും ലംഘിക്കുന്ന ഒന്നാണെന്നത് നിസ്തർക്കമാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചെലവും വരുമാനവും കൃത്യമായി പരിശോധിക്കാൻ ഒരു ഭരണഘടനാ സ്ഥാപനമുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 148 പ്രകാരം. അതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയ ജോലി കള്ളപ്പണ നിരോധന നിയമമനുസരിച്ചാണോ ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളും പരിപാടിയും വിശകലനം ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ഥിതി സംജാതമായിരിക്കുകയാണ്. ഇത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഭരണഘടനയെ മാനിക്കുന്നവർക്കും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിനെ ആകെ ഒരു കുറ്റവാളിയെ എന്ന ദൃഷ്ടിയോടെ കാണുന്ന രീതി കൊളോണിയൽ സമീപനത്തിൻ്റെ അവശിഷ്ടമാണ്. കേരളത്തിൽ വളരെയധികം നേട്ടങ്ങൾ സാമൂഹിക ഭൗതിക മേഖലകളിൽ വരുത്തുന്ന ശ്രമങ്ങളിൽ
ലക്ഷ്യം കാണുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്ത് ഇത്തരം പദ്ധതികളെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം രാഷ്ട്രീയ പ്രതിയോഗികൾക്കാകാം, അന്വേഷണ ഏജൻസികൾക്കാകാമോ എന്നതാണ് നമുക്ക് മുന്നിലുള്ള മർമ്മപ്രധാനമായ ചോദ്യം. നിയമവിദഗ്ധരുടെ ഭാഷയിൽ ഇതിനെ ചെക്സ് ആൻഡ് ബാലൻസസ് എന്നാണ് വിളിക്കുന്നത്. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെ ജോലി നിർവഹിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ അതിർവരമ്പുകളുമുണ്ട്. അതേസമയം ഭരണഘടനാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളുടെ പരിശോധന, തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പരിശോധന, ഇതെല്ലാം ഒരു അന്വേഷണ ഏജൻസി ഏറ്റെടുത്താൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതോടൊപ്പം തന്നെ ഭരണനിർവഹണത്തിൻ്റെ തകർച്ചയുമുണ്ടാകും. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും രാഷ്ട്രീയ നേതൃത്വത്തെ കരിവാരി തേക്കുകയും ചെയ്യുന്ന കൃത്യമല്ല അന്വേഷണ ഏജൻസികൾ ചെയ്യേണ്ടത്. സത്യവാചകം ചൊല്ലി ഒരാൾ നൽകുന്ന മൊഴി എവിടെ നിന്നാണ് ഇത്രയധികം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്? ചില പ്രത്യേക അജണ്ടകൾക്കനുസരിച്ച് മൊഴികളിൽ നിന്ന് വാചകങ്ങൾ മാധ്യമങ്ങൾ ഉടൻ തന്നെ നിരന്നു നിൽക്കുന്നതിൻ്റെ കാരണമെന്താണ്? ഒരു പ്രത്യേക പ്രചരണത്തിൻ്റെ കാറ്റിനൊപ്പം നീങ്ങുന്ന രീതിയിലാണോ ഈ മൊഴികൾ ഭാഗികമായി പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പരിശോധിക്കണം. ഇങ്ങനെ അന്വേഷണം നടത്തുന്ന ഏജൻസിയിൽ ജനങ്ങൾക്ക് വിശ്വാസമാണോ ഉണ്ടാവുക, അതോ അവിശ്വാസമോ? ഏതൊരു ഏജൻസിയും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ ന്യായയുക്തമായും രഹസ്യമായും നിർവഹിക്കുമ്പോഴാണ് അവയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവുക. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കും രാജ്യത്തിൻ്റെ പൊതുവായ താൽപ്പര്യങ്ങൾക്കും ഏറെ പ്രധാനമാണ് താനും. തിരക്കഥകൾക്കനുസരിച്ച് അന്വേഷണം നീങ്ങുന്നുവെന്ന തോന്നൽ സൃഷ്ടിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ തിരിച്ചടിയേകുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇത്തരത്തിലല്ല അന്വേഷണം സമൂഹം പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തതും ഈ രീതിയിലുള്ള അന്വേഷണത്തിനല്ല. ഇപ്പോഴും എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിർവഹണ അധികാരത്തിലേക്കും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പരിശോധനാ അധികാരത്തിലേക്കും കടന്നു കയറുകയാണ് ഈ ഏജൻസികളിൽ ചിലത്. അത് അവരുടെ തന്നെ അധികാരപരിധി ലംഘിക്കലും അതുവഴി ഭരണഘടനയ്ക്ക് മേലുള്ള കടന്നുകയറ്റവുമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. അതനുവദിക്കാനാവില്ല. നിലവിലുള്ള നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നതാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. എല്ലാ അന്വേഷണത്തിനും സംസ്ഥാന സർക്കാർ പൂർണ്ണ സഹകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന് മുകളിൽ അതിൻ്റെ നയങ്ങളും പരിപാടികളും എങ്ങനെ തീരുമാനിച്ചു എന്ന് പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്തുന്നതിലേക്കേ നയിക്കൂ. ഇത് ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരാണിത് എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. ആ സർക്കാരിനെ ഇകഴ്ത്തിക്കാട്ടാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉദാഹരണം,
കെ ഫോൺ പദ്ധതി പരിശോധിക്കുന്നതിനുള്ള ശ്രമങ്ങൾ. ജനങ്ങൾക്കേറെ നേട്ടമുണ്ടാക്കുന്ന പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള ശ്രമമാണിത്. ഈ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഇടങ്കോലിടൽ ജനങ്ങൾക്ക് എത്രയേറെ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ ഫോൺ. കേരളത്തിലുടനീളം 52,000 കിലോമീറ്റർ നീളത്തിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ പാകി അതുവഴി ഇൻ്റർനെറ്റ് നൽകുക എന്നതാണ് ലക്ഷ്യം. കെ ഫോണിൻ്റെ കേബിൾ ശൃംഖല ഉപയോഗിക്കുന്നതിന് സർക്കാരുമായി കരാറുണ്ടാക്കി ഏതൊരു ഇൻ്റർനെറ്റ് സേവന ദാതാവിനും ഇൻ്റർനെറ്റ് സേവനം നൽകാൻ സാധിക്കും. കെ ഫോൺ എന്നത് ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയാണ്. ആ ശൃംഖല ഉപയോഗിച്ച് ഏതൊരു സേവന ദാതാവിനും ഏതൊരു വീട്ടിലേക്കും ഇൻ്റർനെറ്റ് സൗകര്യം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കെ ഫോണിനെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത്, എന്തൊക്കെ സംഭവിച്ചാലും കെ ഫോൺ നടപ്പിലാക്കിയിരിക്കും. അതിലൂടെ സാധാരണ ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയിരിക്കും. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ന്യായമായ അന്വേഷണങ്ങൾക്കെതിരല്ല. ആരോപണങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടവയാണെന്ന് വിശ്വസിക്കുന്നു. മുൻപ് വ്യക്തമാക്കിയതുപോലെ മനസ്സാക്ഷിയെ കോടതിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന നയം ഞങ്ങൾക്കില്ല. ഭരണഘടനാപരമായ രീതികൾക്കുമേൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരുന്ത് പറക്കുന്ന രീതി ഒരു കാരണവശാലും അനുവദിക്കുന്നതുമല്ല. അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഏജൻസികൾ ഏറ്റെടുക്കേണ്ടത്. പകരം തിരക്കഥകൾക്കനുസരിച്ച് അന്വേഷണം നടന്ന രീതി ഉണ്ടാവരുത്. എല്ലാ അന്വേഷണങ്ങളുമായി സർക്കാർ സഹകരിച്ചിട്ടുണ്ട്. ഭാവിയിലും അതുണ്ടാകും. എന്നാൽ തെറ്റായ ദിശയിൽ നീങ്ങുന്ന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരവും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ആർക്കു മുൻപിലും അടിയറ വെക്കുന്ന പ്രശ്നമില്ല. ഇത്രയും വിശദീകരിച്ചത് നമ്മുടെ ഭരണമികവ് തകർക്കാൻ ബോധപൂർവം ഇടപെടൽ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്മാറ്റാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവുക? എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനാവുക? യഥാർത്ഥത്തിൽ ഈ യുദ്ധം ജനങ്ങൾക്കും ഈ നാടിനുമെതിരാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ അന്വേഷണമൊന്നും വേണ്ട. ഇതിൽ മാധ്യമങ്ങളുടെ പങ്കും വിശകലനം ചെയ്യണം. സർക്കാരിനോട് എതിർപ്പുള്ള മാധ്യമങ്ങളുണ്ടാകാം. ഈ സർക്കാരിനെ നശിപ്പിക്കണം എന്ന ഉത്കടമായ ആഗ്രഹത്താൽ വശം കെട്ടവരുമുണ്ടാകാം. അവയെ ആ വഴിക്ക് വിടാം. അതല്ലാതെ സ്വതന്ത്രം എന്ന മേലങ്കിയിട്ട ചില മാധ്യമങ്ങൾ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള പ്രോത്സാഹനം നൽകുന്നില്ലേ? ഒരു ദിവസം പോലും ആയുസ്സില്ലാത്ത വാർത്തകളെ ആഘോഷിക്കുന്നതിലൂടെ സർക്കാരിനെ കരിവാരിത്തേക്കാം എന്ന ധാരണയോ അങ്ങനെ സംഭവിക്കണം എന്ന ദുർമോഹമോ ആണ് അവയെ നയിക്കുന്നത്. തങ്ങൾ ഇതുവരെ ആഘോഷിച്ച പല വാർത്തകളുടെയും
പിന്നിലുള്ള സ്ഥിതി എന്തായി എന്ന ആത്മപരിശോധന അത്തരം മാധ്യമങ്ങൾ നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നുള്ളൂ. ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് ഞങ്ങൾ തളർന്നു പോകില്ല. ഈ നാടിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ജനങ്ങളുടെ ശക്തിയെ ആരും കുറച്ച് കാണുകയും വേണ്ട. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരിപാടികൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇന്ന് തന്നെ ചില പരിപാടികൾ നടന്നു. ടെക്നോ പാർക്കിൽ ആക്സിലേറ്റർ ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജീസിന് എയ്സ് തുടക്കമായിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് അനുബന്ധ മേഖലകളിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. വളർച്ചാഘട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് സുസ്ഥിര സംരംഭങ്ങളായി വികസിക്കാനുള്ള പിന്തുണയൊരുക്കും. ഇതിനുള്ള പിന്തുണയാണ് ആക്സിലേറ്റർ ഫോർ ഇലക്ട്രോണിക് ടെക്നോളജീസ് നൽകുക. ഈ മേഖലയിൽ പുതിയ സംരംഭങ്ങളുമായി നിരവധി യുവാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ IT സ്പേസ് ഇരട്ടിയാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. 50,000 ചതുരശ്രടി വിസ്തീർണമുള്ള ഈ ആക്സിലേറ്റർ സൗകര്യം വഴി 1000-ഓളം പേർക്ക് നേരിട്ട് തൊഴിലും അനുബന്ധമായുള്ള തൊഴിലവസരവും ലഭിക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷനും സീഡാക്കും സംയുക്തമായാണ് എയ്സ് സ്ഥാപിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ ബൗദ്ധിക അടിസ്ഥാന സൗകര്യങ്ങൾ ആക്സിലേറ്ററിൽ ലഭിക്കും. വേളിയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വേളി മിനിയേച്ചർ ട്രെയിനും അർബൻ പാർക്കും പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതിക്കാണ് തുടക്കമായത്. ഇന്ത്യയിൽ ആദ്യമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൂറിസം ട്രെയിനാണ് ഇത് എന്ന പ്രത്യേകതയുമുണ്ട്. 10 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം ഒരുക്കിയത്. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് നൽകും. ഒരേ സമയം 45 പേർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനാവും. വേളി ആർട്ട് കഫേ, അർബൻ വെറ്റ്ലാൻഡ് നാച്ചുറൽ പാർക്ക് എന്നിവ വേളിയുടെ മുഖച്ഛായ മാറ്റും. സ്വിമ്മിംഗ് പൂൾ, ആംഫി തിയേറ്റർ, നടപ്പാത, അലങ്കാര വിളക്കുകൾ ഇവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗവുമാണ്. കേരളത്തിൻ്റെ അഭിമാനമായ രാജാ രവിവർമ്മയുടെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും സംരക്ഷിക്കാനും ഉതകുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ഗാലറിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടത്തി. 8 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ആർട്ട് ഗാലറിയിൽ രവിവർമ്മയുടെ 43 യഥാർത്ഥ ചിത്രങ്ങളാകും പ്രദർശിപ്പിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. 3 കോടി രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 5 സ്പോർട്സ് ഹബ്ബുകൾ തുടങ്ങാനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പള്ളിക്കൽ, ഉഴമലക്കൽ, പ്ലാമൂട്ടുകട എന്നിവിടങ്ങളിൽ ഹബ്ബുകൾ തുടങ്ങിക്കഴിഞ്ഞു. പെരിങ്ങമലയിലേത് 4ാമത്തേതാണ്. മിതിർമലയിൽ 5ാമത്തെ സ്പോർട്സ് സ്റ്റേഡിയം പൂർത്തീകരണ ഘട്ടത്തിലാണ്. വിതുരയിലെ PT ഉഷ സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിന് 1,60,00,000 രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്.
ആലപ്പുഴ ജില്ലാ ജയിലിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായി. 110 തടവുകാരെ പാർപ്പിക്കുന്നതിനുള്ള ശേഷിയാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിനും സ്ത്രീ തടവുകാർക്കും സൗകര്യമുള്ള വിധത്തിലാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി നടക്കുന്ന ബലാത്സംഗ പോക്സോ കേസുകളുടെ വിചാരണകൾ വേഗത്തിലാക്കുവാൻ സംസ്ഥാനത്ത് സജ്ജമാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികളിൽ 5 എണ്ണത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. പ്രത്യേക കോടതികളുടെ അഭാവത്തിൽ ഇത്തരം കേസുകൾ കെട്ടിക്കിടക്കുകയും വിധി നീണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 17 കോടതികളുടെ പ്രവർത്തനം ഈ വർഷം ജൂലൈ 1 ആരംഭിച്ചു കഴിഞ്ഞു. ശേഷിച്ച 11 കോടതികളിൽ 5 എണ്ണമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കോഴിക്കോട് നഗരസഭ രാജാജി റോഡിൽ നിർമ്മിച്ച എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. സംസ്ഥാനത്തെ 15 പോലീസ് ജില്ലകളിൽ പുതുതായി ആരംഭിച്ച സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും ഇന്നലെ നടന്നു. തൃശ്ശൂർ റൂറൽ ജില്ലയിലെ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ സിറ്റികളിലാണ് നിലവിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നത്. 15 എണ്ണം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ സംസ്ഥാനത്തെ 19 പോലീസ് ജില്ലകളിലും ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്.